നമസ്കാരം. നമ്മൾ ഭാരതം വികസ്വര രാജ്യമാണ്. വികസനത്തിലേക്ക്, വികസിത രാജ്യം എന്ന പദവിയിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. തീർച്ചയായിട്ടും 2014 മുതൽ ആ വികസന കുതിപ്പിന് വളരെയധികം വേഗം കൂടിയിരിക്കുന്നു. നമ്മൾ വികസിത രാജ്യം എന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം വികസിത രാജ്യങ്ങൾ എല്ലാം തികഞ്ഞ, എന്തുകൊണ്ടും സ്വയം പര്യാപ്തമായ രാജ്യം എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, ഓടി അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി, 2047 വികസിത രാജ്യം എന്ന സ്വപ്നം ഇന്ത്യ സാക്ഷാത്കരിക്കും എന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രി നൽകുന്നത്. വെറുതെ പറയുന്നതല്ല, അദ്ദേഹം ഉറപ്പാണ് നൽകുന്നത്. യുവാക്കൾ വികസിത രാജ്യത്തിന്റെ ഗുണഭോക്താക്കളാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. സമ്മേളനത്തിന് മുന്നോടിയായി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയായ മഹാലക്ഷ്മിയെ വണങ്ങുന്നു. രാജ്യത്തെ ദരിദ്രരെയും ഇടത്തരക്കാരെയും മഹാലക്ഷ്മി തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യ 75 വർഷം പൂർത്തിയാക്കി എന്നത് അഭിമാനകരമാണ് എന്ന കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. രാജ്യത്തെ ജനങ്ങൾ മൂന്നാമതും അവസരം തന്നു. അതിൽ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇത്. പുതിയ ഊർജ്ജവും പുതിയ വിദ്യാഭ്യാസവും നൽകുന്ന ബജറ്റായി, വിശ്വാസവും നൽകുന്ന ബജറ്റായിരിക്കും ഇത്. നിർണായക ബില്ലുകൾ ഈ സമ്മേളനത്തിലുണ്ട്. പരിഷ്കാരങ്ങൾക്ക് ശക്തി പകരുകയാണ് ലക്ഷ്യം. 2047 വികസിത രാജ്യം എന്ന സ്വപ്നം ഇന്ത്യ സാക്ഷാത്കരിക്കും. യുവാക്കൾ ഭാവിയിൽ വികസിത ഇന്ത്യയുടെ ഗുണഭോക്താക്കളാകും എന്ന കാര്യവും പ്രധാനമന്ത്രി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉദ്ധരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഒരു വികസിത രാജ്യം എന്ന ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഏതാനും വർഷങ്ങൾ മാത്രം. കാരണം അത് എന്തുകൊണ്ട് അത്രയും വൈകി എന്ന് ചോദിക്കുന്നവരോട്, ഇതിനിടയിലൂടെ അങ്ങനെ ചോദിക്കുന്നവരുമുണ്ട്. ഈ 10-60 കൊല്ലം രാജ്യം ഭരിച്ച് മുടിച്ച് തേച്ച് കഴുകി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് രാജ്യത്ത് ഒരു വികസനവും നടത്താതെ ഇവിടെ നെഹ്റു കുടുംബ വികസനം മാത്രം നടന്ന് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി വികസനം നടന്ന്, കോൺഗ്രസ് വികസനം നടന്ന് രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കൊണ്ട് നരകിച്ച അവസ്ഥയിൽ നിന്ന് 2014 മുതൽ രാജ്യത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് രാജ്യത്തെ അസംഘടിത ജനവിഭാഗത്തെ, രാജ്യത്തെ സ്ത്രീകളെ, രാജ്യത്തെ പുരുഷന്മാരെ, ജോലിയില്ലാത്തവരെ, പാവപ്പെട്ടവരെ, കച്ചവടക്കാരെ, കൂലിപ്പണിക്കാരെ, കർഷകരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നേറിയ ഒരു ഭരണാധികാരിയുടെ, നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തിയുടെ കഴിവ് കൊണ്ടാണ് ഇപ്പോൾ എങ്കിലും ഈ 47 നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുന്നത് എന്നുള്ള കാര്യം മോദി പറഞ്ഞത്. ഇല്ലെങ്കിൽ പണ്ടേ വികസിത രാജ്യമായേനെ. അതിനെ പുറകോട്ടടിച്ചത് ഇവിടെ ഭരിച്ച് നശിപ്പിച്ച സർക്കാരുകളാണ്. അതിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റുക എന്നുള്ള ദൗത്യമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. രണ്ടാം ഘട്ടത്തിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന ദൗത്യമാണ്. മൂന്നാം ഘട്ടത്തിൽ അത് പരിപോഷിപ്പിച്ച് ശക്തമായി തന്നെ, സ്ഥിരമായി തന്നെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ പദ്ധതികളിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന, എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പദ്ധതികളാണ് ഈ മൂന്നാം തവണ ആവിഷ്കരിക്കുന്നത്. ബജറ്റിൽ എല്ലാ മേഖലകൾക്കും സമ്പൂർണമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട്, തുല്യത കൊടുത്തുകൊണ്ട്, കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട്, രാജ്യത്തെ സാമ്പത്തിക ഭദ്രത ഉറപ്പിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പദ്ധതികളുടെ എല്ലാവിധ വശങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന വിശ്വാസം രാജ്യത്തെ യുവാക്കളെ എനിക്ക് വിശ്വാസമാണ്, എന്റെ ജനങ്ങളെ എനിക്ക് വിശ്വാസമാണ് എന്ന് ഹൃദയത്തോട് കൈവച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഈ ഒരു സംഭാഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. പ്രഭാഷണം മാത്രമല്ല, ഇത് നടപ്പിലാക്കി കാണിക്കാനും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത് ചെയ്യുക തന്നെ ചെയ്യും. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.